Hello all, welcome to Competitive Cracker. I am Dr. Vidya Vijay. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം സെറ്റ് എക്സാം, ഇംഗ്ലീഷ് എക്സാം ഓഗസ്റ്റ് 2 അല്ലെ. അപ്പൊ ഇനി നമുക്ക് മുമ്പിലുള്ള ഡേയ്സ് എന്ന് പറയുന്നത് അറൌണ്ട് 15 to 20 ഡേയ്സ് ആണ്. അപ്പൊ അതിനു മുമ്പിൽ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എങ്ങനെ നമ്മൾ റിവർക്ക് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അപ്പം CCയിൽ ഓൾറെഡി ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതിന്റെ ഓരോ ഫീച്ചേഴ്സും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിനു മുമ്പായിട്ട് കുറെ അധികം കാര്യങ്ങൾ പറയാം. ഇതിൽ 45 hours ലൈവ് ക്ലാസ് ആണ്. അതായത് നമ്മൾ 15 ഡേയ്സ് ഒരു ഡേയിൽ 3 ഹവേഴ്സിന്റെ ലൈവ് സെഷൻ ആണ് നമ്മൾ കോർ പേപ്പറിനും സബ്ജക്ട് പേപ്പറിനുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് 15 മോഡൽ എക്സാംസ് വിൽ ബി ദയർ, ഡെയിലി വർക്ക്ഔട്ട്സ് വിൽ ബി ദയർ, PYQ ഡിസ്കഷൻസ് വിൽ ബി ദയർ ആൻഡ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് അല്ലെ. അപ്പം ഒരു മെന്ററിന്റെ ഗൈഡൻസോട് കൂടി ഒരു 15 to 20 ഡേയ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ സെറ്റിന്റെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാം. അതിന് ബൂസ്റ്റർ ബാച്ച് നിങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഈ 15 ഡേയ്സേ ഉള്ളൂ ആൻഡ് വി ആർ സ്പെൻഡിങ് 45 hours ലൈവ് സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ സിലബസിലെ ഓരോ ടോപ്പിക്കിനെയും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതുപോലെ തന്നെ ഇറലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം PYQs നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈവ് സെഷൻ ആയിരിക്കും നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്ത നിങ്ങളുടെ സീനിയേഴ്സിനോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ ചോദിച്ചാൽ അറിയാം, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന്, അതായത് ഈ 45 hours സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. എന്താണ്, ടർബോ ബൂസ്റ്റർ ബാച്ച് എന്നാണ് ഇതിന്റെ ഒരു പേര് തന്നെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട നമ്പർ 9746455514. ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അതിൽ തന്നെ ഷേക്സ്പിയറിയൻ വർക്ക്സ്, നമുക്കറിയാം ഷേക്സ്പിയർ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓതറാണ്. അദ്ദേഹത്തിന്റെ വർക്ക്സ്, അതിലെ ട്രാജഡീസ് ആർ ദയർ, കോമഡീസ് ആർ ദയർ, ഹിസ്റ്ററിക്കൽ പ്ലേസ് ആർ ദയർ, ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഫോക്കസ് ഓൺ സോണറ്റ് അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോളിയോ, ഇയർ ഓഫ് പബ്ലിക്കേഷൻസ്, ഇതൊക്കെ നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹിയർ കംസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഷേക്സ്പിയറിയൻ കോമഡി എൻഡ്സ് വിത്ത് ദ ലൈൻ "The rain, it rained every day. The rain, it rained every day. As you like it, 12th night, much ado about nothing, and the merry wives of Windsor." Which comedy ends with this line? So the correct work is 12th night. Okay, namukariam Viola and Sebastian are the two main characters of this particular play, 12th night. അപ്പോൾ ഇനിയും 12th night ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിയർ കംസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് മ്യൂസിക് ബി ദ ഫുഡ് ഓഫ് ലവ്, പ്ലേ ഓൺ ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് ലൈൻ ഓഫ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് യു ലൈക്ക് ഇറ്റ്, 12th night, The Merchant of Venice, and much ado about nothing. If music be the food of love. HSA സ്റ്റുഡൻസിനും HSST സ്റ്റുഡൻസിനും ഒക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലൈൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 12th night. നമുക്കറിയാം ബ്യൂക്കോസിനോ, അദ്ദേഹം വളരെ ഒരു സാഡൻ ഫിഗർ ആയിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇഫ് മ്യൂസിക് ബി ദ ഫുഡ് ഓഫ് ലവ്, പ്ലേ ഓൺ ഇറ്റ് അല്ലെ. ആൻഡ് മ്യൂസിക് ക്യാൻ എലിമിനേറ്റ് ദെയർ വറീസ്. അതാണ് അദ്ദേഹം അതിലൂടെ കൺവേ ചെയ്യുന്ന ഒരു മീനിങ്. ഓക്കെ, here comes the next question. Which of the following is not generally classified as one of Shakespeare's problem plays? Option A, Measure for Measure. Option B, All is Well that Ends Well. And option C, Troilus and Cressida. And option D, The Tempest. ഈ വർക്ക്സുകളെല്ലാം നമുക്ക് ഫെമിലിയർ ആണ്. ആൻഡ് ഓൾ ദീസ് വർക്ക്സ് ആർ റിട്ടൺ ബൈ ഷേക്സ്പിയർ. ദാറ്റ്സ് ഓൾസോ ഫെമിലിയർ ടു us. But our question is, which of the following is not generally classified as one of Shakespeare's problem plays? അപ്പൊ അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ പ്രോബ്ലം പ്ലേസിൽ ക്ലാസിഫൈ, നമുക്കറിയാം ഇതിൽ
ദ ടെമ്പസ്റ്റ് എന്നുള്ളതിനെ നമ്മൾ എപ്പോഴും എന്താണ് ഒരു ട്രാജിക് കോമഡി എന്നുള്ള രീതിയിൽ അഡ്രസ് ചെയ്യുന്ന വർക്കാണ്. അപ്പൊ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ആൻഡ് ദ അതർ ത്രീ ബിലോങ് ടു ദ കാറ്റഗറി കോൾഡ് പ്രോബ്ലം പ്ലേസ്. Okay, clear. So the one doesn't belong to the category of problem plays is the tempest. Okay, clear. Tempest എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് അത് ഫെമിലിയർ ആയിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രോസ്പെറോ ഈസ് ദയർ ആൻഡ് വി ഹാവ് മിറാൻഡ ഈസ് ദയർ ആൻഡ് ഏരിയൽ ആൻഡ് ദ വിച്ച് സിക്കോറാക്സ് അല്ലെ, ആൻഡ് സോ മെനി ക്യാരക്ടേഴ്സ് ആർ ദയർ. Okay, Prospero. Then here comes the next question. Which pair of Shakespearean plays shares the same principal source, Plutarch's Lives? Okay, ഷേക്സ്പിയറിന്റെ എല്ലാ വർക്ക്സുകൾക്കും സോഴ്സ് ഉണ്ട് അല്ലെ. ആ ഓരോ സോഴ്സും നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? Which pair of Shakespearean plays shares the same principal source എന്നാണ് ചോദിച്ചേക്കുന്നത്. And the source title is Plutarch's Lives. So the correct answer, option A, Macbeth, King Lear. Option B, Julius Caesar and Antony and Cleopatra. Option C, Richard II and Henry V. Option D, Hamlet and Othello. So the right answer is Julius Caesar and Antony and Cleopatra. So one more important information that I want to share with you is that, so if somebody asks you what is the source, what is the title of the source of this particular work, Julius Caesar, individual works ആയിട്ട് ചോദിച്ചാൽ പോലും you have to identify the correct answer because it is Plutarch's Lives. Okay, clear? അപ്പൊ അങ്ങനെ ഈ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷനും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. Then we are moving on to the next question. Which Shakespearean tragedy opens with the witch's prophecy? Okay, that's very familiar to us. അല്ലെ, നമുക്കറിയാം three witches are there, fair is foul, foul is fair എന്ന് പറയുന്നതും അവർ തന്നെയാണെന്നുള്ളത് അറിയാം. ഇനി now you have to identify which one is the right answer. Hamlet, King Lear, Macbeth and Othello. Which Shakespearean tragedy ഏതാണ്? It is none other than it is Macbeth. Okay, Macbeth is the right answer. And remember the three witches prophecy also. അതിനെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതും കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതും നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Okay, so Macbeth. Which Shakespearean history play introduces Falstaff for the first time? Falstaff again അദ്ദേഹം ഒരു എന്താണ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ് Falstaff. അപ്പൊ ഇതിലെ ഏത് ഷേക്സ്പിയറിയൻ ട്രാജഡി ആണ്, ഹിസ്റ്ററി പ്ലേ ആണ് ഫോൾസ്റ്റാഫിനെ ഫസ്റ്റ് ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? കാരണം അദ്ദേഹം വേറെയും പല വർക്ക്സിൽ, അതായത് ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ, ഷേക്സ്പിയറിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ അപ്പിയറൻസ് നടത്തുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹെൻറി IV Part 1. സോ ഫോൾസ്റ്റാഫ് appears, he makes his appearance for the first time in the work Henry IV Part 1. ഇതൊന്നും തെറ്റരുത്, കാരണം Henry VI is there, Henry V is there, Richard II is there, so you don't get confused. Okay, then next one. Which play is subtitled What You Will dash or What You Will? That is the subtitle അല്ലെ. അപ്പം ഇതിലെ ഫസ്റ്റ് പാർട്ട് ഏതാണ്? 12th Night, As You Like It, The Tempest and The Winter's Tale. So the right answer is 12th Night. അപ്പൊ നമുക്ക് ഇന്ന് 12th Night എന്നുള്ള വർക്കിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ, ഇറ്റ്സ് ഓപ്പണിംഗ് ലൈൻ, ഇറ്റ്സ് എൻഡിങ് ലൈൻ ആൻഡ് ഇറ്റ്സ് സബ്ടൈറ്റിൽ ആൻഡ് ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് വയോള ആൻഡ് സെബാസ്റ്റ്യൻ, ഡ്യൂക്ക് ഓസിനോ അല്ലെ, ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ one more information we are getting here, and the subtitle of the play 12th Night, that is What You Will. Okay, What You Will. Which play contains the 7 ages of man's speech? Option A, The Merchant of Venice. Option B, As You Like It. Option C, Much Ado About Nothing. Option D, Love's Labour's Lost. Which play contains the 7 ages of man? അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, 7 ages of man എന്നുള്ള സ്പീച്ച്. ഓക്കെ, ആൻഡ് ഇറ്റ് മേക്സ് ഇറ്റ്സ് അപ്പിയറൻസ് ഇൻ ആസ് യു ലൈക്ക് ഇറ്റ്. ഇറ്റ് മേക്സ് ഇറ്റ്സ് അപ്പിയറൻസ് ഇൻ ആസ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പം ഇതും മറന്നു പോകാതിരിക്കുക, 7 ages of man. ഓക്കെ,
Which Shakespearean comedy centers on the taming of Catherine? Taming of Catherine. It's very easy to identify the answer because in the question we have the word taming and in the answer also we have the word the taming. Okay, so the right answer is the taming of the shrew. Okay, the taming of the shrew. അപ്പോൾ ഈ വർക്ക്സുകളെല്ലാം the comedy of errors or the merry wives of Windsor, the two gentlemen of Verona, if possible, if you are able to identify the major characters and the year of publication of all these works, or suppose if the question paper contains the chronological order of these particular works, ഇതൊക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് definitely you have to locate അല്ലെങ്കിൽ you have to identify the correct year of publication of these works. Okay, then which history play contains the famous Saint Crispin's Day speech? അപ്പൊ നമ്മൾ 7 എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 7 ages of man സ്പീച്ച് ആണ്. അതുപോലെ സെയിന്റ് ക്രിസ്പിൻസ് ഡേ സ്പീച്ച് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹിസ്റ്ററി പ്ലേ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ റിച്ചാർഡ് സെക്കൻഡ്, ഓപ്ഷൻ ബി ഹെൻറി ഫിഫ്ത്ത്, ഓപ്ഷൻ സി ഹെൻറി ഫോർത്ത് പാർട്ട് 2 ആൻഡ് ഓപ്ഷൻ ഡി കിങ് ജോൺ. ഓക്കെ, സോ ഈ ഓപ്ഷൻസ് തരുമ്പോൾ ഈ വർക്കുകളൊക്കെ ഉണ്ടോ അതോ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി വെറുതെ ക്രിയേറ്റ് ചെയ്ത വർക്കുകളാണോ, ഇതൊക്കെയും ഐഡന്റിഫൈ ചെയ്യേണ്ടതും നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് Henry V. Okay, Henry V contains the famous speech Saint Crispin's Day. Okay, clear? അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which of the following is Shakespeare's earliest tragedy? നമുക്ക് എപ്പോഴും ചോദിക്കും ലേറ്റസ്റ്റ് ട്രാജഡി അല്ലെങ്കിൽ ഫൈനൽ വർക്ക് വിച്ച് ഈസ് ദ സ്വാൻ സോങ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് നൗ യു ഹാവ് ടു ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Which of the following is Shakespeare's earliest tragedy? So the right answer is Titus Andronicus. Okay, so the earliest tragedy, one of the earliest tragedies is Titus Andronicus. Clear? Next question. Which comedy concludes with the marriages of Theseus Hippolyta, Lysander Hermia, Demetrius Helena, and bottoms to performing Pyramus and Thisbe? അപ്പൊ ഒരു കാര്യം ഓർത്തോണം, ഈ കോമഡിയിൽ ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ മാരേജസ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റനിൽ നിന്നും യു ആർ ഗെറ്റിംഗ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. യു ആർ ഗെറ്റിംഗ് ദ കറക്റ്റ് ദ മാച്ചിങ് പെയേഴ്സ് അല്ലെ. സോ റിമെമ്പർ Theseus Hippolyta, Lysander Hermia, Demetrius Helena, and they are performing bottoms to performing Pyramus and Thisbe. അപ്പൊ ഇതിൽ ഏത് കോമഡിയിലാണ് ഇവരുടെ മാരേജ് നടക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു പെർഫോമൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതും. ആൻഡ് ഇതൊരു ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ക്വസ്റ്റ്യനിൽ തന്നെ വി ആർ ഗെറ്റിംഗ് ടു മെനി ഇൻഫർമേഷൻ അല്ലെ. സോ ഓപ്ഷൻ എ ദ കോമഡി ഓഫ് എറേഴ്സ്, ഓപ്ഷൻ ബി മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ഓപ്ഷൻ സി ലവ്സ് ലേബേഴ്സ് ലോസ്റ്റ്, and option D much ado about nothing. So the right answer is Midsummer Night's Dream. അതും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പം ഈ ക്യാരക്ടേഴ്സിനെയും ഈ ഒരു പെർഫോമൻസിന്റെ പ്ലേയും ഈ ഒരു വർക്കും ഒക്കെ നമ്മൾ എപ്പോഴും റിക്കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അങ്ങനെ ആ ഒരു ടഫ് ക്വസ്റ്റിന് ശേഷം ലെറ്റ്സ് സീ what is the next question. Which Shakespearean play is generally regarded as his final solo authored play? ഫൈനൽ സോളോ ഓതേർഡ് പ്ലേ. നമുക്കറിയാം ഇതിൽ സ്വാൻ സോങ് എന്ന് പറഞ്ഞും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ദ ടെമ്പസ്റ്റ് അല്ലെ. അതാണ് അദ്ദേഹത്തിന്റെ ഫൈനൽ വർക്ക്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ഹിസ് ഫൈനൽ സോളോ ഓതേർഡ്. ക്ലിയർ? Which of the following Shakespearean play contains the greatest number of songs? നമുക്ക് പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് നമ്പർ ഓഫ് സോളിലോക്കീസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് സോളിലോക്കീസ് ചോദിക്കാറുണ്ട്, ഐഡന്റിഫൈ ദിസ് പെർട്ടിക്കുലർ സോളിലോക്കി ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ which of the following Shakespearean plays contains the greatest number of songs? അതാണ് ചോദിച്ചേക്കുന്നത്. So the right answer is As You Like It. So remember, As You Like consists of the greatest number of songs. Okay,
അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. Which Shakespearean tragedy has the subtitle The Moor of Venice? നമ്മൾ പറഞ്ഞിരുന്നു what you will is the subtitle of Shakespearean work Twelfth Night. Now you have to identify which work subtitle is The Moor of Venice. So the right answer is Othello. Othello is the Moor of Venice. Okay. Othello നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. ഒതെല്ലോ, ഡെസ്ഡിമോണോ എന്നുള്ള ക്യാരക്ടർ, ഇയാഗോ അല്ലെ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ് ഫ്രം ഒതെല്ലോ. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രാജഡീസ് ഓഫ് ഷേക്സ്പിയർ ആണ്. അതും നമുക്ക് ഫെമിലിയർ ആണ്. അതുപോലെ തന്നെ ഹീസ് റിയലി എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ഫ്ലോ അല്ലെങ്കിൽ ഹമേഷ്യ, ഒതെല്ലോ എക്സ്പീരിയൻസസ് ഡൗട്ട് അല്ലെ, അല്ലെങ്കിൽ ഡ്യൂബിയസ് ഓഫ് ഹിസ് ഓൺ വൈഫ്. ഓക്കെ, ഇനി in which Shakespearean comedy does the clown touchstone appear? നമ്മളിപ്പോ ഫോൾസ്റ്റാഫിന്റെ ഫസ്റ്റ് അപ്പിയറൻസിനെ പറ്റി പറഞ്ഞു അല്ലെ. Now we are focusing on the clown touchstone. He makes his appearance in the work again as you like it. So അപ്പം ഈ ഷേക്സ്പീരിയൻ വർക്ക്സുകളിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അധികം ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇത് ഒരു പരിധി വരെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞും ആ വർക്കുകളും നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി the first folio of Shakespeare's plays was published in first folio ഉണ്ട്, second folio ഉണ്ട്, third folio ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ എല്ലാം ഇയർ നോക്കിയിരിക്കുക. അതുപോലെ തന്നെ സോണറ്റ്സിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ നോക്കുക. Okay, the first folio of Shakespeare's plays was published in the year 1623. Okay, here I am giving you one more clue. First folio was in the year 1623 and it is very easy to remember the second folio that was published in 32. Okay, 2332. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ? Which of the following Shakespearean plays is not included in the first folio? First folioയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. മക്ബത്ത്, ടെമ്പസ്, ജൂലിയസ് സീസർ. യൂഷ്വലി ഒരു ലേറ്റസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് പെരിക്കിൾസ് ആണ് അല്ലെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് പെരിക്കിൾസ്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് പെരിക്കിൾസ്. ഇനി which Shakespearean tragedy is the only one in which the protagonist dies off stage? എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. Is it Hamlet? Is it Macbeth? Antony or Othello? ആരാണ് ഇതിൽ ഏത് ട്രാജഡിയിലാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ഡൈസ് ഓഫ് സ്റ്റേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇഫ് യു നോ ദ സ്റ്റോറി ഓഫ് ദീസ് വർക്ക്സ് ഡെഫിനറ്റ്ലി യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ and the right answer is Macbeth. Okay, Macbeth is the right answer. And the next and the very very important question. The first folio was compiled and published by Shakespeare's fellow actors. First folio was compiled and published by Shakespeare's fellow actors called John Hemingers and Henry Condell. John Hemingers and Henry Condell. Okay, അപ്പൊ ഈ ഒരു രണ്ട് എന്താണ് പേരും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കാരണം ഷേക്സ്പിയറിന്റെ ഫെലോ ആക്ടേഴ്സ് ആണ്. And at the same time it is they are the people who compiled first folio. Okay, and the first folio contains how many plays? നമ്മൾ പറഞ്ഞു Pericles is not included in that first folio and it contains how many plays എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Total 37 plays are there. So the first folio contains only 36. ഇതിൽ ഇപ്പോഴും ആർഗ്യുമെന്റ് ഒരുപാട് നടക്കുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് ഒരു ആൻസർ എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും ക്വസ്റ്റനിങ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ നമുക്ക് 36 എന്നുള്ള ഒരു ആൻസർ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഷേക്സ്പിയറിന്റെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകളും അതുപോലെ തന്നെ കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഷേക്സ്പിയറും നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം August 2 സെറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ക്ലിയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു 45 hours ലൈവ് സെഷൻ വിൽ ഡെഫിനറ്റ്ലി help you to
crack the set exam. Okay, so you can join with us. Once again, I am telling you the number 9746455514, and these are the course features. You can have a look at all these features, and if you are interested, please do join with us. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.